Good morning, dear students. നമ്മൾ ഇനി അടുത്തൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോണത്. ദാറ്റ്സ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ആൻഡ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എങ്ങനെയാണ് ദ പ്രോസസ് ഓഫ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, അവിടെ കുറച്ച് പ്രഷർ ഡിഫറൻസസ് ആൻഡ് മസിൽസ് ഇൻവോൾവ് ഇൻ ദി റെസ്പിറേഷൻ, ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അനാറ്റമി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. സോ ഐ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് റെസ്പിറേറ്ററി സിസ്റ്റം. ദ അനാറ്റമി ദാറ്റ് ഇൻക്ലൂഡ് നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. അപ്പോൾ നമുക്ക് ടോട്ടലി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഇത്രയും മെയിൻ പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അനാറ്റമിക്കൽ ഡിവിഷൻ. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം. This is our nose, pharynx also known as throat, നമ്മുടെ throat, അതാണ് pharynx. then അതിൻ്റെ താഴത്തോട്ടേക്ക് വരുന്ന പോർഷനാണ് this is larynx, then trachea is also called as windpipe. ലാരിങ്സിനെ നമ്മൾ വോയിസ് ബോക്സ് എന്നാണ് പറയുന്നത്, കാരണം ലാരിങ്സിൽ നിന്നാണ് വോയിസിൻ്റെ മെയിൻ മോഡുലേഷൻസ് വരുന്നത്. ട്രക്കിയ നേരെ പോയിട്ട് ബ്രോങ്കസ് ആവും, ബ്രോങ്കസ് ദെൻ ലങ്സിൻ്റെ അകത്തോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ പോർഷൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. റെഡിയാണല്ലോ? നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. ഇത് ഒരു ലൈവ് പിക്ചറാണ്, കാണുന്നുണ്ടല്ലോ. ഇതാണ് പിക്ചർ. അപ്പോൾ നോസ് മുതലുള്ള പിക്ചർ ഉണ്ടായിട്ടില്ല, ഇവിടെ മുതലാണ് കിട്ടിയത്. ലാരിങ്സ്, ട്രക്കിയ, ദെൻ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഹാർട്ട് കാണാം, ലങ്സ്, റിബ്സ്, ഇതെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈവ് ഫോട്ടോ ആണ്. ദെൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനുണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ സ്ട്രക്ചറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്, അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പർ പോർഷനിൽ വരുന്നത് നോസ്, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ് ആൻഡ് അസോസിയേറ്റഡ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഫാരിങ്സ് വരെയുള്ള പോർഷൻ, അതാണ് അപ്പർ. അതിൻ്റെ താഴത്തോട്ടേക്ക് ലാരിങ്സ് മുതൽ എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ബോഡിയുടെ നെക്കിൻ്റെയും താഴത്തോട്ടേക്ക് വരുന്ന പോർഷൻസാണ് ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്. അപ്പോൾ അതിനെ നമ്മൾ ലോവർ എന്നും അതിൻ്റെ മുകളിലേക്ക് വരുന്ന പോർഷനെ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. സോ ലോവറിൽ വരുന്നത് ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ലാരിങ്സ് മുതൽ ലോവർ. എൽ സ്റ്റാർട്ട്സ് ഫോർ ലോവർ, എൽസ് ഫോർ ലാരിങ്സ്, അങ്ങനെ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് ലാരിങ്സിന് താഴത്തേക്കുള്ളത് ലോവറും, ലാരിങ്സ് വരെയുള്ളത് ഫാരിങ്സ് ആൻഡ് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ് വരെയുള്ളത് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, കണ്ടക്റ്റിംഗ് സോൺ ആൻഡ് റെസ്പിറേറ്ററി സോൺ. ഓക്കെ, കണ്ടക്റ്റിംഗ് സോൺ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏതൊക്കെ ഏരിയയിൽ കൂടെയാണോ എയർ പാസ് ചെയ്യുന്നത്, ആ പാസ് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് ഏരിയനെ എല്ലാം കൂടെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻ്റർ കണക്റ്റിംഗ് ക്യാവിറ്റീസ് ആൻഡ് ട്യൂബ്സ് ബോത്ത് ഔട്ട്സൈഡ് ആൻഡ് വിത്തിൻ ദ ലങ്സ്. ഓക്കെ, അപ്പോൾ കുറേ ട്യൂബ്സിനകത്ത് കൂടിയാണല്ലോ ഈ എയർ എല്ലാം പാസ് ചെയ്യുന്നത്. ആ ട്യൂബിനെ എല്ലാം കൂടിയാണ് നമ്മൾ പറയണത് കണ്ടക്റ്റിംഗ് സോൺ എന്ന് പറയുന്നത്. അവിടെ ഇൻക്ലൂഡഡ് ആവുന്നത് നോസ്, നമുക്കറിയാം അവിടെ എന്താണ് ഒരു ട്യൂബ് പോലെയല്ലേ, അവിടെ ഒരു ക്യാവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും. നോസ്, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷനകത്ത് കൂടിയും എയർ പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ടെർമിനൽ ബ്രോങ്കിയോൾ എന്നാണ് പിന്നെ അത് ബ്ലഡിലേക്ക് പോകുന്നത്. സോ ബ്ലഡിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, ബ്ലഡ് വരെ എത്തുന്ന ഏരിയനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം നോസ്, ദെൻ നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഇത്രയാണ് കണ്ടക്റ്റിംഗ് സോണിനകത്ത് എത്തുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഹെൽപ്പ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിൽ ഇഷ്ടംപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാവിറ്റിക്കുള്ളിലാണ് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ എല്ലാം മെയിനായിട്ട് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, വാം ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെക്കാട്ടും ചിലപ്പോൾ ഇപ്പോൾ തണുത്ത ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള പോലെ തോന്നാം. അതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഇറ്റ്സെൽഫ് ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്, വാം ചെയ്യുന്നുണ്ട്. അകത്തേക്ക് പോകുന്ന എയറിന്
ബോഡി ടെമ്പറേച്ചറുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാർമിംഗ് ഉണ്ടാവുന്നുണ്ട്. സോ അതും ഹെൽപ്പ് ചെയ്യുന്നതും ഈ കണ്ടക്റ്റിംഗ് സോൺ തന്നെയാണ്. ദാറ്റ് ഫിൽറ്റർ വാം ആൻഡ് മോയിസ്റ്റൻഡ് എയർ ദാറ്റ് എൻറ്റർ ഇൻ ടു ദി ലങ്സ്. ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഡ്രൈ എയർ ഒക്കെ ആണെങ്കിൽ അതിന് അത്യാവശ്യം മോയിസ്റ്റൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ റെസ്പിറേറ്ററി സോൺ. റെസ്പിറേറ്ററി സോൺ എന്ന് പറയുമ്പം ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ, എവിടെ നിന്നാണോ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതിനെയാണ് ശരിക്കും നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ദ ട്യൂബ്സ് ആൻഡ് ടിഷ്യൂസ് ദാറ്റ് ആക്ച്വലി ഇൻവോൾവ്സ് ഇൻ ദ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ക്ലിയർലി റെസ്പിറേഷനിൽ വരുന്ന ആൾക്കാർ, അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്ന് പറയാം. അപ്പോൾ എവിടെ നിന്നാണ് മെയിൻലി റെസ്പിറേഷൻ നടക്കുന്നത്? നമ്മുടെ ബ്രോങ്കിയോൾസിൻ്റെ ടെർമിനൽ ബ്രോങ്കിയോളിൻ്റെ അടുത്ത് നിന്നാണ്. അവിടെ നിന്നല്ലേ ബ്ലഡിലേക്ക് പോവുക. അപ്പോൾ ആ ഏരിയ, ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ്, ആൽവിയോളാർ ഡക്റ്റ്, ആൽവിയോളാർ സാക്ക് ആൻഡ് ആൽവിയോളൈ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ആ ടിഷ്യൂസിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്ന് പറയുന്നത്. ദേ ആർ ദ മെയിൻ സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ കണ്ടക്റ്റിംഗ് സോൺ ആൻഡ് റെസ്പിറേറ്ററി സോൺ, അത് നമ്മൾ ഫങ്ഷനലി ആണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അല്ലാതെ അനാട്ടമിക്കൽ ക്ലാസിഫിക്കേഷൻ നോർമലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം എന്തൊക്കെയാണ്? അപ്പർ റെസ്പിറേറ്ററി സോൺ ആൻഡ് ലോവർ റെസ്പിറേറ്ററി സോൺ. ഇവിടെ ആവുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, കണ്ടക്റ്റിംഗ് സോൺ ആൻഡ് റെസ്പിറേറ്ററി സോൺ. ഓക്കെ, ദെൻ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ തവണയും പഠിക്കുന്നില്ല, ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ്, ഡിസീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഇസ് നോൺ ആസ് ഓട്ടോ റൈനോ ലാരിഞ്ചോളജി. ആ പേര് ഒന്ന് പഠിച്ചു വെക്കുക. ഓട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ENT ആണ് കേട്ടോ. ആക്ച്വലി ഇത് പറയുന്നത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. അപ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ ചെവി, ദാറ്റ് ഇസ് ഇയർ, റൈനോ നോസ്, ലാരിഞ്ചോളജി ലാരിങ്സ്, ത്രോട്ട്. സോ ചെവി, മൂക്കും നമ്മുടെ തൊണ്ടയും, മൂന്നാണ്. ദാറ്റ് ഇസ് ENT, ദാറ്റ് ഇസ് ഓട്ടോ റൈനോ ലാരിഞ്ചോളജി. മൂന്നിൻ്റെയും ഒരുമിച്ചിട്ടുള്ള പേരാണത്. ഈ പിക്ചർ നിങ്ങൾ പഠിക്കണം, ചോദിക്കാറുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കാണിച്ചിട്ടുണ്ട്. ദ എക്സ്റ്റേണൽ നാരിസ്, ഇതുവഴിയാണ് എയർ അകത്തേക്ക് എത്തുക. ദെൻ നേസൽ വെസ്റ്റിബ്യൂൾ, അതുവഴി ഈ റെഡ് ആയിട്ടുള്ള പോർഷനിൽ കൂടിയാണ് എയർ പാസ് ചെയ്യുന്നത്. അവിടെയൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് കാണാം. നേസോഫാരിങ്സ്, ഓപ്പണിംഗ് ഓഫ് ദ ഓഡിറ്ററി ട്യൂബ്, യുവ്യൂല, ദെൻ ടോൺസിൽസ്, കണ്ടോ, ഓറോഫാരിങ്സ്, എപ്പിഗ്ലോട്ടിസ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കാണിക്കുന്നത്, കണ്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു മൗത്ത് വന്നു, അതിൻ്റെ താഴെ മാക്സില്ല, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇതൊക്കെയാണ് അതിൻ്റെ എന്ത് പറയുന്നത്, ഒരു ടോട്ടൽ അനാറ്റമി. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഓരോരോ ഏരിയ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദി നോസ്. നമുക്കറിയാം നോസ് എന്താ? മൂക്ക്. അപ്പോൾ ദാറ്റ് ഈസ് ദി ആക്ച്വലി ദ എൻട്രൻസ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്ക് ശരിക്കും നോസിനകത്ത് കൂടിയാണ് എയർ ആദ്യം തന്നെ എൻ്റർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മളെന്താ എൻട്രൻസ് എന്ന് പറയണത്. ഓക്കെ, ഇറ്റ് ഹാവ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ പോർഷൻ. രണ്ട് പോർഷൻ ഉണ്ട്. പുറത്തൊരു പോർഷനുണ്ട്, അകത്ത് വേറെ പോർഷനുണ്ട്. ദ പോർഷൻ ഇൻസൈഡ് ദ സ്കൾ ഈസ് കോൾഡ് ആസ് എ നേസൽ ക്യാവിറ്റി. നമ്മൾ സ്കള്ള് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കള്ളിനകത്തോട്ടേക്ക് വരുന്ന പോർഷനെയാണ് നമ്മൾ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ദ എക്സ്റ്റേർണൽ നോസ് ഈസ് ദ വിസിബിൾ പോർഷൻ ഇൻ ദ ഫേസ്. നമുക്ക് പുറത്ത് കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ആ പുറത്ത് കാണുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്സ്റ്റേർണൽ നോസ് എന്ന് പറയണത്. അതിൻ്റെയും ഉള്ളിലേക്ക് വെച്ചാൽ സ്കള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോർഷനെയാണ് നമ്മൾ നേസൽ ക്യാവിറ്റി. പുറത്തേക്ക് കാണുന്നത് എക്സ്റ്റേർണൽ നോസ്. ഓക്കെ, ദ ഫ്രണ്ടൽ ബോൺ, സോറി സ്പെല്ലിങ്ങിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, BONE ആണ്. ദ ഫ്രണ്ടൽ ബോൺ, നേസൽ ബോൺ ആൻഡ് മാക്സില്ല ഫോംസ് ദി ബോണി ഫ്രെയിം വർക്ക് ഓഫ് ദി എക്സ്റ്റേർണൽ നോസ്. നിങ്ങൾക്ക് ഈ എല്ലാ ബോൺസും അറിയാവും. ഇതാ അവിടെ സൈഡിൽ പിക്ചർ കാണാം. ഫ്രണ്ടൽ ബോൺ നമ്മുടെ നെറ്റിയുടെ അവിടെയുള്ള ബോൺ, ദെൻ നേസൽ ബോൺ സൈഡിൽ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാക്സില്ല. ഓക്കെ, ഇത് മൂന്നും കൂടിയാണ് എന്തിനെ ഉണ്ടാക്കുന്നത്?
നമ്മുടെ ബോണി ഫ്രെയിം വർക്ക്, നോസിൻ്റെ ബോണി ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത്. ദെൻ അതിൻ്റെ താഴത്തോട്ടേക്ക് ഈ ബ്ലൂയിഷ് കളറിൽ കാണുന്നതാണ് കാർട്ടിലേജ്. അപ്പം നമ്മുടെ ബോണിനെ നോസിനെ ഫോം ചെയ്യുന്നത് ആക്ച്വലി ബോൺസും കാർട്ടിലേജും കൂടെയാണ്. 3 മെയിൻ ബോൺസാണ് വരുന്നത്, ഫ്രണ്ടൽ ബോൺ, നേസൽ ബോൺ ആൻഡ് മാക്സിലെ. അത് കഴിഞ്ഞാൽ പിന്നെ കാർട്ടിലേജസ് വരുന്നത് 3 കാർട്ടിലേജാണ് വരുന്നത്, ലാറ്ററൽ നേസൽ കാർട്ടിലേജ്, സെപ്റ്റൽ കാർട്ടിലേജ് ആൻഡ് അലാർ കാർട്ടിലേജ്. കണ്ടോ, ഈ 2 സൈഡിലും വരുന്നതാണ് ലാറ്ററൽ കാർട്ടിലേജ്, അതിൻ്റെ മിഡിൽ കൂടെ വരുന്നതാണ് സെപ്റ്റൽ കാർട്ടിലേജ്, ഏറ്റവും താഴത്തായിട്ട് കാണുന്നതാണ് അലാർ കാർട്ടിലേജ്. അപ്പോൾ ഇത് കാർട്ടിലേജ് ആയതിനെ കൊണ്ട് എന്തുണ്ടാവില്ല, ഒരുപാട് ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ടാവാത്തതിനെ കൊണ്ടാണ് നമ്മൾ പിയേഴ്സ് ചെയ്തിട്ട് അവിടെ ഓർണമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കാർട്ടിലേജസ് ആർ സെപ്റ്റൽ കാർട്ടിലേജ്, അലാർ കാർട്ടിലേജ് ആൻഡ് നേസൽ കാർട്ടിലേജ്. 3ൻ്റെയും പേര് പഠിച്ചിരിക്കണം. ഇതാണ് അതിൻ്റെ പിക്ചർ. റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ്, under surface of the external nose are 2 openings called external nares or nostrils. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ എക്സ്റ്റേണൽ നോസ്, പുറത്തേക്ക് കാണുന്ന മൂക്കില്ലേ, അതിന് നമുക്ക് 2 ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിനെയാണ് പറയണത് എക്സ്റ്റേണൽ നേഴ്സ് ഓർ നോസ്ട്രിൽസ്. ദ ഫങ്ഷൻ എന്താണ് പറയണത്? നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസിനായിട്ട് വാർമിങ്, മോയ്സ്റ്റനിങ് ആൻഡ് ഫിൽറ്ററിങ് ദി ഇൻകമ്മിങ് എയർ. പിന്നെ വേറെയുണ്ട് ഡിറ്റക്ടിങ് ദി ഓൾഫാക്ടറി സ്റ്റിമുലൈ ആൻഡ് മോഡിഫയിങ് സ്പീച്ച് വൈബ്രേഷൻസ്. അപ്പോൾ നമ്മൾക്ക് അകത്തേക്ക് പോകുന്ന എയറിനെ മോയ്സ്റ്റൻ ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, വാം ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമുക്കറിയാം, ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു സ്മെല്ല് ജസ്റ്റ് നമ്മുടെ നോസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ എന്താണ് ഓൾഫാക്ടറി സ്റ്റിമുലൈ, നമുക്ക് ഓൾഫാക്ഷൻ അറിയണത് അവിടെ നിന്നാണ്, സ്മെല്ല് അറിയണത്. അപ്പോൾ ഈ സ്റ്റിമുലൈ ഉള്ളതും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഡിറ്റക്ടിങ് ദി ഓൾഫാക്ടറി സ്റ്റിമുലൈ. ദെൻ മോഡിഫയിങ് സ്പീച്ച് വൈബ്രേഷൻ. നിങ്ങൾ ജസ്റ്റ് ആ മൂക്കൊന്ന് അടച്ചു വെച്ച് സംസാരിച്ച് നോക്കിയേ, നമ്മുടെ സൗണ്ട് മാറും. അപ്പോൾ സ്പീച്ചിൻ്റെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മോഡിഫയിങ് ദി സ്പീച്ച് വൈബ്രേഷൻ, അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നോസ് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊലോങ്ങിങ്, ആംപ്ലിഫയിങ് ഓർ മോഡിഫയിങ് എ സൗണ്ട് വൈബ്രേഷൻ. ഈ വൈബ്രേഷനെ നമ്മൾ സംസാരിക്കുന്ന വൈബ്രേഷൻസിൻ്റെ ചേഞ്ച് വരുന്നതിനെയാണ് റെസൊണൻസ് എന്ന് പറയുക. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയും ശരിക്കും അതിൻ്റെ ഫങ്ഷൻസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടെ പറയുന്നുണ്ട്. നേസൽ ക്യാവിറ്റി ഈസ് എ ലാർജ് സ്പേസ് ബിറ്റ്വീൻ ഇൻഫീരിയർ ടു ദ നേസൽ ബോൺ ആൻഡ് സുപ്പീരിയർ ടു ദ ഓറൽ ക്യാവിറ്റി. നിങ്ങൾക്കറിയാമല്ലോ ഓറൽ ക്യാവിറ്റി ഏതാണ്, നേസൽ ബോൺ ഏതാണെന്നൊക്കെ അറിയാം. അപ്പോൾ നേസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നേസൽ ബോൺ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ആ ബോൺസിൻ്റെ തൊട്ട് താഴത്തുള്ള പോർഷനും ഓറൽ ക്യാവിറ്റിയുടെ മുകളിലുള്ള പോർഷനും, ഓറൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വായ, അപ്പോൾ അതിൻ്റെ മുകളിൽ മൂക്കിൻ്റെ ബാക്കിലേക്ക് വരുന്ന പോർഷനാണ്, ദാറ്റ് ഇസ് നേസൽ ക്യാവിറ്റി. ലാർജ് സ്പേസ് ബിറ്റ്വീൻ ഇൻഫീരിയർ ടു നേസൽ ബോൺ ആൻഡ് സുപ്പീരിയർ ടു ദ ഓറൽ ക്യാവിറ്റി. ദെൻ നേസൽ സെപ്റ്റം. നേസൽ സെപ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് നേസൽ സെപ്റ്റം. ദാറ്റ് ഡിവൈഡ്സ് നേസൽ ക്യാവിറ്റി ഇൻറ്റു 2, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ആൻറ്റീരിയർലി നേസൽ ക്യാവിറ്റി merges with external nose and posteriorly it communicate with the pharynx. ശരിയാണ്, കാരണം ഫ്രണ്ടിലേക്ക് വരുമ്പം ആരാണ്, എക്സ്റ്റേണൽ നോസ് അല്ലേ ഉള്ളത്, എക്സ്റ്റേണൽ നോസാണ് മുന്നിലുള്ള ഭാഗം നേസൽ ക്യാവിറ്റിയുടെ. ദെൻ നേസൽ ക്യാവിറ്റീൻ്റെ പുറകിലാണെങ്കിലോ ഫാരിങ്സ്. കുറച്ചും കൂടെ നന്നാക്കി പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ നോസിൻ്റെയും ഫാരിങ്സിൻ്റെയും ഇടയിലുള്ള കുറച്ച് വലിയ പോർഷനാണ് നമ്മൾ പറയുന്നത് നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാരിങ്സുമായിട്ട് നേസൽ ക്യാവിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഓപ്പണിങ്സ്. ദേ ആർ കോൾഡ് ആസ് ഇൻറ്റേർണൽ നേഴ്സ് ഓർ കോണെ, CHOANE. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരത്തെ ആ പിക്ചറിനകത്ത് ഉണ്ടായിരുന്നു അത്. ഈ ഒരു പോർഷൻ കണ്ടോ, ഓൾഫാക്ടറി എപ്പിത്തീലിയം, ഫ്രണ്ടൽ ബോൺ, എക്സ്റ്റേണൽ നാരസ് ഇവിടെ കാണാം. പിന്നെ ഓറൽ ക്യാവിറ്റി കാണുന്നുണ്ടല്ലോ, ഓറൽ ക്യാവിറ്റീൻ്റെ മുകളിലുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഈ ലാർജ് ടങ് അല്ല, അതിൻ്റെ മുകളിൽ കാണുന്ന റെഡിഷ് ആയിട്ടുള്ള പോർഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റേർണൽ
നാരസ് കണ്ടോ, ഈ ഒരു ക്രോസ് ലൈൻസ് കാണുന്നില്ലേ, അതാണ് ഇൻറ്റേർണൽ നാരസ്. ഇവിടെ പിക്ചർ ഉണ്ട്. ഓക്കെ, ദെൻ ദ ഡക്റ്റ്. ഇനി ഇതിനകത്തോട്ടേക്ക് 2 ഡക്റ്റ് വരുന്നുണ്ട്. 2 ഡക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പാരാനേസൽ സൈനസസും ദെൻ നേസോ ലാക്രിമൽ ഡക്റ്റും. പാരാനേസൽ സൈനസൊക്കെ നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് വേണമെങ്കിൽ പഴയ നോട്ട്സൊക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്ത് നോക്കുക. പാരാനേസൽ സൈനസ് ആൻഡ് നേസോ ലാക്രിമൽ ഡക്റ്റ്. എന്താണ് നേസോ ലാക്രിമൽ? പേര് തന്നെ ഉണ്ട്, നോസ് ടു ഐ. നേസോ ലാക്രിമൽ ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡക്റ്റാണ് ലാക്രിമൽ ഗ്ലാൻഡിനെ നോസിലോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ഡക്റ്റാണ് നേസോ ലാക്രിമൽ ഡക്റ്റ് ദാറ്റ് ഓപ്പൺസ് ഇറ്റ് ദ നേസൽ ക്യാവിറ്റി. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കണ്ണിന്നൊക്കെ വെള്ളം വരികയാണെങ്കിൽ അറിയാതെ മൂക്കിൽ കൂടെയും വെള്ളം വരും. കാരണം എന്താ, അതിൻ്റെ ഓപ്പണിംഗ് നോസിനകത്തോട്ടേക്കാണ് ഉള്ളത്, അത് നേസൽ ക്യാവിറ്റിക്ക് അകത്തോട്ടേക്കാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നേസോ ലാക്രിമൽ ഡക്റ്റ് വഴി ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് സൈമിൾട്ടേനിയസ്ലി നമുക്ക് കണ്ണിൽ കൂടെ വെള്ളം വരുമ്പോൾ മൂക്കിൽ കൂടെയും വെള്ളം വരുന്നത്. ഓക്കെ, then the portion inside the nasal cavity is called as a nasal vestibule. ആ ടോട്ടൽ ഉള്ളിലുള്ള ഏരിയനാണ് നമ്മൾ പറയുന്നത് നേസൽ വെസ്റ്റിബ്യൂൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നോസിനെ പറഞ്ഞപ്പോൾ നോസിൻ്റെ മുകളിലുള്ള ബോൺസ് പറഞ്ഞു, 3 ബോൺസ് പറഞ്ഞു, ഫ്രണ്ടൽ ബോൺ, നേസൽ ബോൺ ആൻഡ് മാക്സില്ലേ. അത് കഴിഞ്ഞിട്ട് 3 കാർട്ടിലേജ് പറഞ്ഞു, അലാർ കാർട്ടിലേജ് പറഞ്ഞു, പിന്നെ സെപ്റ്റൽ കാർട്ടിലേജ് പറഞ്ഞു, പിന്നെയോ ഒരു കാർട്ടിലേജും കൂടെ പറഞ്ഞു, ലാറ്ററൽ, സെപ്റ്റൽ, അലാർ കാർട്ടിലേജ്. ദെൻ പിന്നെ അതിൻ്റെ പോർഷൻസാണ് പറഞ്ഞത്, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിലുള്ള പോർഷനാണ് വെസ്റ്റിബ്യൂൾ, എക്സ്റ്റേണലി വരുന്നതാണ് നേഴ്സ്, NARES. ദെൻ പുറകിലേക്കുള്ള പോർഷൻ, അതിൽ കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വരുന്നത് ഫാരിങ്സ് ആണ്. ദെൻ അതിൻ്റെ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ഓറൽ ക്യാവിറ്റി ആണ്. മുകളിലത്തെ പോർഷൻ ഏതാ, നേസൽ ബോൺ. അപ്പോൾ നേസൽ ബോണിൻ്റെയും ഓറൽ ക്യാവിറ്റീൻ്റെയും ഫാരിങ്സിൻ്റെയും ഫ്രണ്ടിലുള്ള എക്സ്റ്റേണൽ നോസിൻ്റെയും ഒക്കെ ഇടയിൽ കാണുന്ന ഒരു പോർഷനാണ് നേസൽ ക്യാവിറ്റി. ഓക്കെ, 4 സൈഡും ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായല്ലോ. ഓക്കെ, അതാ ഉള്ള ടോട്ടൽ ഏരിയനാണ് നമ്മൾ പറയണത് നേസൽ വെസ്റ്റിബ്യൂൾ. ദ പോർഷൻ ഇൻസൈഡ് ദ നേസൽ ക്യാവിറ്റി ഇസ് കോൾഡ് ആസ് എ നേസൽ വെസ്റ്റിബ്യൂൾ. ഇതും ഒരു പിക്ചർ തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് പഠിക്കണം എന്നില്ല, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി വെച്ചതാണ്. ഓരോരോ പോർഷൻ കാണാം. നേസൽ കോങ്കയൊക്കെ നോക്കി വെക്കുക. നേസൽ സെപ്റ്റം കാണുന്നില്ലേ, നേസൽ സെപ്റ്റമാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ അടുത്ത സ്ലൈഡ്സിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു മനുഷ്യൻ്റെ ഫേസിൽ നിന്ന് മുകളിലേക്ക് കാണുന്ന പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി പോർഷനാണിത്. Then vestibule is lined by small hairs that filter the large particles. ഓക്കെ, നമുക്കറിയാം നമ്മളെ മൂക്കിൻ്റെ അകത്ത് എന്തുണ്ട്, ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്. അത് ഫിൽറ്റർ ചെയ്യാനാണ്, ലാർജ് പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ദ 3 പ്രൊജക്ഷൻസ്, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ നേസൽ കോങ്കേ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലാറ്ററൽ പോർഷൻ ഓഫ് ദ നോസ് ഡിവൈഡ് ദ നേസൽ ക്യാവിറ്റി ഇൻറ്റു 3 regions, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ മീറ്റസസ്. കണ്ടോ, കോങ്കേ കാണുന്നില്ലേ, സുപ്പീരിയർ നേസൽ കോങ്കേ, മിഡിൽ നേസൽ കോങ്കേ, ഇൻഫീരിയർ നേസൽ കോങ്കേ. അത് ഇങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ സൈഡ് പോർഷനിൽ നിന്നുള്ള ഒരു ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത്. മൂക്കിൻ്റെ അകത്തോട്ടേക്ക് നേസൽ ക്യാവിറ്റിക്കുള്ളിലേക്ക് വരുന്ന ലാറ്ററൽ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഔട്ട് ഗ്രോത്ത് ആണ് സുപ്പീരിയർ. ഏറ്റവും മുകളിൽ കാണുന്നത് സുപ്പീരിയർ, മിഡിലുള്ളത് മിഡിലിൽ നിന്ന് ഏറ്റവും താഴത്ത് വരുന്നത് ഇൻഫീരിയർ. ഓക്കെ, അപ്പോൾ ഈ നേസൽ കോങ്കേ നമ്മുടെ നോസിനെ 3 പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് മീറ്റസസ്, MEATUSES, മീറ്റസസ്. ദെൻ എന്തായിരിക്കാം അതിൻ്റെ ഫങ്ഷൻ? അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ആൻഡ് ഡിക്രീസസ് ദി ഡീഹൈഡ്രേഷൻ ബൈ ട്രാപ്പിംഗ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡ്യൂറിങ് എക്സലേഷൻ. കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വാട്ടർ റിമൂവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ എന്തുണ്ടാകുമ്പോൾ, എക്സ്ഹെയിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് വെക്കും, ഒരുപാട് എയർ മോയ്സ്ചർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ദെൻ പിന്നെ അവിടെ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്, മ്യൂക്കോസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദേ മോയ്സ്റ്റൻ ദ എയർ ആൻഡ് ട്രാപ്പ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. നമുക്ക് അകത്തോട്ടേക്ക് പോകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഹെയർ മാത്രമല്ല, ഈ ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും അതിനെന്ത് ചെയ്യും,
പിടിച്ചു വെക്കും അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് സെക്രീഷൻസ് ഫ്രം ദ നാസോ ലാക്രിമൽ ഡക്ട് ഓൾസോ ഹെൽപ്പ് ടു മോയ്സ്റ്റൻ ദി എയർ, നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഒരു സീലിയ, നമ്മളെവിടെ പഠിച്ചായിരുന്നു, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോഴും സിലിയറി മൂവ്മെൻറ്റ് പഠിച്ചായിരുന്നു യൂട്രൈൻ ട്രാക്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുപോലെ ഇവിടെയുണ്ട് ചെറിയ സീലിയ. ആ സീലിയ എന്താക്കുകയെന്ന് വെച്ചാൽ ഈ ട്രാപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ഉണ്ടല്ലോ, ലൈക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ പതുക്കെ ബാക്കിലോട്ടേക്ക് പാസ് ചെയ്യും ടുവേർഡ്സ് ദി ഫാരിങ്സിലോട്ടേക്കാണ് എത്തിക്കുന്നത്. ഫാരിങ്സ് എന്ന് ഒന്നുകിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ അറിയാതെ തന്നെ സോളോ ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മളതിനെ സ്പിറ്റ് ചെയ്യും, പുറത്തോട്ടേക്ക് നമ്മൾ തുപ്പിക്കളയും. ഓക്കെ, ഇതാണ് 2 പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ഒരുപാട് പൊടിയൊന്നും ഉണ്ടാവില്ല, വെരി മൈന്യൂട്ട് എമൗണ്ട് ഉണ്ടാവും. സോ ഒന്നുകിൽ അതിനെ നമ്മൾ സോളോ ചെയ്യും അല്ലെങ്കിൽ സ്പിറ്റ് ചെയ്യും. അങ്ങനെയാണ് ബോഡിയിൽ നിന്ന് ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നോസിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളുള്ളത്. പിക്ചർ പഠിക്കണം, പിക്ചർ വരയ്ക്കണം. ഓക്കെ, താങ്ക് യു.